അന്യഭാഷയും ബൈബിളും ഭാഗം 3. പുതിയ നിയമം പഠിപ്പിക്കുന്ന കൃപാവരങ്ങളിലെ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന വിഷയമാണ് നാം തുടർമാനമായി ഇവിടെ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2, 10, 19 എന്നീ വേദഭാഗങ്ങളിൽ പറയപ്പെടുന്ന ഭാഷാപരങ്ങൾ എന്താണ് എന്ന് ഒന്ന് വിശദമാക്കി തരുവാനാണ് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നത്. ഭാഷാപരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭാഷാപരം 2 നിലയിൽ ഉണ്ട് എന്നാണ് ഭാഷാപരത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. അതായത് അടയാള ഭാഷയെന്നും വരഭാഷയെന്നും ഭാഷയ്ക്ക് 2 വശങ്ങൾ ഉണ്ട് പോലും. ഞാൻ ഇന്ന് വരെ വേദപുസ്തകം പഠിച്ചതിൽ ഭാഷയുടെ ഈ 2 വിധമായ പിരിവുകളെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ഇത് ആരുടെ കണ്ടുപിടുത്തമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടും ഇല്ല. ഒരു വിശ്വാസിക്ക് ആദ്യമായി ലഭിക്കുന്നത് അടയാള ഭാഷയാണെന്നും പിന്നീട് ലഭിക്കുന്നത് ഭാഷാപരമാണെന്നുമാണെന്നാണ് ചില ആളുകൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള വേദാധാരം എവിടെയാണെന്ന് ഇതുവരെ ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്: അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് അത്രേ. ആ കാലത്ത്, അതായത് അപ്പോസ്തോലിക നാളുകളിൽ സഭകളിൽ ഉണ്ടായിരുന്ന വിവിധ ഭാഷകളെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അടയാള ഭാഷ, വരഭാഷ എന്നിങ്ങനെ അന്യഭാഷ 2 ഉണ്ട് എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന പഠിപ്പിക്കലാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അടയാളങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ കേൾക്കുകയില്ല. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടെ യെശയ്യാവ് പ്രവാചകൻ മുഖാന്തരം ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പെന്തക്കോസ്ത് നാളിൽ അനുസരിക്കാത്ത യഹൂദന്മാരുള്ള ബന്ധത്തിൽ അത് നിറവേറി എന്ന് നാം മനസ്സിലാക്കുന്നു. സഭയിലും അവിശ്വാസികൾ കടന്നു വന്നാൽ അന്ന് അതവർക്ക് ഒരടയാളമായിരുന്നു എന്ന് ഇതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നത് മുന്നമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ പാഠത്തിൽ സൂചിപ്പിച്ചതുപോലെ, വിഗ്രഹാരാധനയിലും ബലികർമ്മങ്ങളിലും ആശ്രയിച്ച് പരിശുദ്ധനായ ഇസ്രായേലിൻ്റെ ദൈവത്തെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ച് അധപ്പതിച്ചു പോയ ആ ജനത്തോട് പറയുകയാണ്: സ്വന്തം പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച് സ്വന്തം ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ നന്നാകുന്നില്ലെങ്കിൽ ഇനി അന്യഭാഷക്കാരായ ആളുകളെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയല്ലാത്ത ആളുകളെ, അതും വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമെന്ന്. വിക്കി വിക്കി പറയുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്ക് ലായിക്ക് എന്ന് പറയുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം പുച്ഛിച്ചു പറയുക, പരിഹസിച്ചു പറയുക എന്നാണ്. അപ്പോൾ ഇസ്രായേലിയരുടെ അടുക്കൽ ബാബിലോന്യർ കടന്നു വന്നിട്ട് ബാബിലോന്യരായ ആളുകൾ അവരെ പരിഹസിച്ചും തരം താഴ്ത്തിയും പുച്ഛിച്ചും അവരോട് സംസാരിച്ചതിനെ സൂചിപ്പിക്കുവാനാണ് ഇവിടെ വിക്കി വിക്കി സംസാരിക്കുന്ന അധരങ്ങളാലും അന്യഭാഷയാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എന്ന് പറഞ്ഞത്. അത് അവരെ സംബന്ധിച്ച് ദൈവം അവരെ ബാബിലോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരെ തടവിലാക്കി അവരെ പീഡിപ്പിക്കും, മാനസാന്തരത്തിനായി അവരെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും എന്നവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി അടയാളമായി നൽകിയ ഭാഷയാണ്. പെന്തക്കോസ്ത് നാൾ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം, അപ്പോസ്തോലിക കാലത്ത് അല്ലെങ്കിൽ ആദിമ സഭാ കാലയളവിൽ സഭ കൂടി വരുമ്പോൾ അവിടെയും അവിശ്വാസികളായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വിശ്വസിക്കുവാൻ ഒരടയാളമായി ഈ ഭാഷ നൽകി എന്നതിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉദ്ധരിച്ചിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ ഈ ബന്ധത്തിൽ ചിന്തിക്കേണ്ട വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. പുനരുദ്ധാനം ചെയ്ത കർത്താവ് പറഞ്ഞ കാര്യമാണ്: വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇവിടെ ഈ അടയാളം
കൃപാവരമായിട്ട് നൽകപ്പെട്ട അന്യഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നതിന് തെളിവില്ല. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും പറയേണ്ട അല്ലെങ്കിൽ പറയാൻ ആവശ്യമായ എല്ലാ വിശ്വാസികളും പറയുവാൻ ആവശ്യമായ ഒരു ഭാഷയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഗുരുതരമായ പെശകാണ്. അവിടെ കർത്താവ് പറയുമ്പോൾ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പൊതുഭാഷകൾ സംസാരിക്കും, മരണകരമായതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പറയപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട പെന്തക്കോസ്തുകാർ സഹോദരന്മാർ ചെയ്യുമോ? അതായത് വിഷകരമായ ഒന്ന് അവർ കുടിക്കുക, എന്നിട്ട് ഹാനി വരാതിരിക്കുക. 2, സർപ്പങ്ങളെ പിടിച്ചെടുക്കുക, വിഷമുള്ള രാജവെമ്പാലയുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ രാജവെമ്പാലയെ കൈകൊണ്ടെടുക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, അതിൻ്റെ കടിയേറ്റിട്ട് ചാകാതിരിക്കുക. ഇതൊന്നും സംഭവമല്ല. നിശ്ചയമായിട്ടും അങ്ങനെ കടിയേറ്റാൽ ആശുപത്രിയിൽ പോകുക, അവിടെ പോയി ചികിത്സ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ അവിടെ പറയപ്പെടുന്ന അവർ പൊതുഭാഷകൾ സംസാരിക്കും. ഏതെങ്കിലും ഒരു വാക്യാംശം എടുത്തിട്ട് ആ വാക്യാംശത്തിൻ്റെ ഒരു തുമ്പ് മാത്രം അടർത്തിയെടുത്ത് അതിനൊരു ഉപദേശ വിഷയമായി സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിൻ്റെ രീതിക്ക് യോജിച്ചതല്ല. പെന്തിക്കോസിലും കൊർന്നലിയോസിൻ്റെ വീടിലും എഫേസോസിലും അന്യഭാഷ പറഞ്ഞതായിട്ട് പ്രവൃത്തിയുള്ള പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം, 10-ാം അധ്യായം, 19-ാം അധ്യായം എന്നീ അധ്യായങ്ങൾ കൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. വിശ്വസിക്കുവാൻ അവ അടയാളമായും അവിടെ ഭവിച്ചു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യമായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അന്നവർ സംസാരിച്ച ഭാഷ എന്താണെന്ന് ഒന്ന് നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ലെ ഭാഷയെക്കുറിച്ച് അനേക തെറ്റിദ്ധാരണകൾ അന്യഭാഷയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ട്. അന്ന് അന്യഭാഷ എന്നൊരു ഭാഷ അവിടെ കൂടി വന്ന ആളുകൾക്ക് ലഭിച്ചുവെന്നും കൂടി വന്നവർക്ക് അത് അവരവരുടെ ഭാഷയിൽ ഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെന്നുമാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ തെറ്റായ വ്യാഖ്യാനവും തെറ്റായ ഗ്രാഹ്യതയും നീക്കിക്കളയുക എന്നുള്ളതാണ്. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ പെന്തിക്കോസ് ഉത്സവം ആചരിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരായ ആളുകൾ യെരുശലേമിൽ അന്ന് ഒന്നിച്ച് വന്നു കൂടിയ ദിവസവും സമയവും ആഴ്ചയുമായിരുന്നു ആ ആഴ്ച. ആ വേദഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 18-ലധികം രാജ്യങ്ങൾ അല്ലെങ്കിൽ 18-ലധികം വിവിധങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന യഹൂദജാതികൾ അവിടെ പെന്തക്കോസ് ആചരണത്തിനായിട്ട് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ കൂടി വന്ന ആളുകൾ അവിടെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ ഉൾപ്പെട്ട 120 പേരുള്ള സംഘം എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ അവരോട് സംസാരിച്ചു. അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കന്ന് അന്യഭാഷ എന്ന് പറയുന്നൊരു പ്രത്യേകമായ ഭാഷ അല്ലെങ്കിൽ ഒരു പുതിയ ഭാഷ, ഭൂമിയിലില്ലാത്തൊരു ഭാഷ, പെന്തക്കോസ്തുകാരുടെ വ്യാഖ്യാന പ്രകാരം സ്വർഗത്തിലെ ഒരു ഭാഷ അല്ലെങ്കിൽ ദൂതന്മാരുടെ ഭാഷ പ്രത്യേകമായി അവർക്ക് ലഭിച്ചെന്നും അവരെല്ലാവരും കൂടെ ഈ പ്രത്യേകമായ ഭാഷ സംസാരിച്ചെന്നും പ്രത്യേകമായ ഭാഷ അവിടെ കൂടി വന്ന 18 പരം ഭാഷയിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ ഭാഷയിൽ മനസ്സിലായി എന്നുമാണ് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. വളരെ മണ്ടത്തരം പിടിച്ച ഒരു വ്യാഖ്യാനമാണ് അത്. അന്യ എന്നതിന് ഹെറ്റേറ എന്ന ഒരു ഗ്രീക്ക് പദമാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. അതിന് ഒരു പ്രത്യേകമായ ഭാഷയെന്നോ ഒരു പുതിയ ഭാഷയെന്നോ ഭൂമിയിൽ ഇല്ലാത്തൊരു ഭാഷയെന്നോ ഇന്ന് വരെ അറിയപ്പെടാത്ത ഒരു ഭാഷയെന്നോ ഒരാശയം ഇല്ല. അതിൻ്റെ ശരിയായ അർത്ഥം വിവിധ ഭാഷകൾ എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രീക്ക് ലെക്സിക്കൻ പരിശോധിക്കുക. ഹെറ്റേറ എന്ന വാക്ക് നിങ്ങൾ എടുക്കുക. ഹെറ്റേറായ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥ വ്യത്യാസം അല്ലെങ്കിൽ അർത്ഥവ്യാപ്തി എന്താണെന്ന് പരിശോധിക്കുക. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല, E.S. തോമസിൻ്റെ കണ്ടുപിടുത്തമല്ല. അവിടെ ഹെറ്റേറായ്ക്ക് വിവിധ ഭാഷകൾ എന്ന അർത്ഥമുള്ളൂ. ഒരു ഭാഷയിൽ സംസാരിച്ചത് കേട്ടവർ അവരവരുടെ ഭാഷയിൽ ഗ്രഹിക്കുകയല്ല, ബഹുവിധ ഭാഷകൾ അവർ സംസാരിക്കുകയും അതത് ഭാഷകളിലുള്ളവർ അത് മനസ്സിലാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയാം, 18 വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന യഹൂദന്മാർ അവിടെ കൂടി വന്നു എന്ന് കരുതുക. അങ്ങനെയാണ് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 18ഓ 14 ഭാഷക്കാരായ ആളുകൾ അവിടെ കൂടി വന്നിട്ടുണ്ട്. അതിൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഫ്രാൻസിൽ നിന്ന് വന്ന ഒരു യഹൂദനുണ്ടെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ 50 യഹൂദന്മാരുടെ ചിന്തിക്കുക. ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുടെ ചിന്തിക്കുക. എബ്രായ ഭാഷ മനസ്സിലാക്കുന്ന യഹൂദന്മാരുടെ ചിന്തിക്കുക. ജർമ്മൻ ഭാഷ മനസ്സിലാക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു ചിന്തിക്കുക. അതുപോലെ ലാറ്റിൻ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുണ്ടെന്ന് ചിന്തിക്കുക. മെക്സിക്കൻ ഭാഷ സംസാരിക്കുന്നവരോട് ചിന്തിക്കുക.
റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരോട് ചിന്തിക്കുക. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്നിട്ട് ഇവിടെ നിന്ന് പോയ മലയാളം സംസാരിക്കുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ യഹൂദന്മാരുണ്ടായിരുന്നോ എന്നെനിക്കറിയാൻ വയ്യ, ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല. അങ്ങനെ അവരും ഉണ്ടായിരുന്നു എന്നങ്ങ് ചിന്തിക്കുക. അങ്ങനെയായിരുന്നെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് ഗ്രീക്ക് ഭാഷയിൽ അവരോട് സംസാരിച്ചു. ഗ്രീക്ക് ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് പത്രോസ് സംസാരിച്ച ഗ്രീക്ക് ഭാഷ അവർക്ക് അത് മനസ്സിലായി. അതുപോലെ തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുന്നേറ്റ് അരാമ്യ ഭാഷയിൽ സംസാരിച്ചു. അരാമ്യ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന യഹൂദന്മാർക്ക് അരാമ്യ ഭാഷയിൽ അത് മനസ്സിലായി. അങ്ങനെ അന്ന് ഓരോരുത്തരായി അവർ സംസാരിച്ച വൻകാര്യങ്ങൾ അവരവൻ ജനിച്ച അവരവരുടെ ഭാഷയിൽ അവരവർക്ക് അത് മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം പുതുഭാഷയായൊരു ഭാഷ അവർക്ക് ലഭിച്ചെന്നും ആ ഭാഷ അവിടെ കൂടി വന്ന എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായെന്നും പറയുന്ന പഠിപ്പിക്കൽ സ്ഥാപിക്കാൻ ആ ഭാഗത്ത് യാതൊരു ന്യായവും നമുക്ക് കാണുന്നില്ല. അപ്പോൾ ഓരോരോ ഭാഷക്കാർ ആ എഴുന്നേറ്റ് നിന്ന് അവർക്ക് ലഭിച്ച ഭാഷയിൽ സംസാരിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ സംസാരിച്ചവൻ ഈ ഭാഷ നേരത്തെ പഠിച്ച ഭാഷയല്ല. അവന് പൊടുന്നനവേ ദൈവം സംസാരിക്കാൻ പ്രാപ്തി നൽകി, വരമായി നൽകി. അവൻ സംസാരിച്ച ഭാഷയായിരുന്നു എന്നും അത് കേട്ടവർക്ക് അത് അടയാളമായി ഭവിച്ചു എന്നും ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ യഹൂദിയിൽ ജനിച്ച് അവിടുത്തെ ഭാഷ പഠിച്ചവരായ ആളുകൾക്ക് ഇവർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പഠിച്ചിട്ടില്ലാത്തതും മുന്നമേ മനസ്സിലാക്കിയില്ലാത്തതുമായ ഭാഷയിൽ ഓരോരുത്തരായി ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് ആ ഭാഷ അറിയാത്തവരായി യഹൂദിയിൽ ജനിച്ച എബ്രായോ അരാമിയോ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായില്ല. അവരിത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ നോക്കി പരിഹസിച്ചോട് പറഞ്ഞു, ഇവരെല്ലാവരും പുതുവീഞ്ഞ് കുടിച്ചവരാകുന്നു, അതുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അവിടെയാണ് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന്, സഹോദരന്മാരെ ആയ പുരുഷന്മാരെ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ സമയം ഇത്ര മണി നേരം മാത്രമേ ആയിട്ടുള്ളൂ, ഞങ്ങൾ പുതുവീഞ്ഞ് കുടിച്ചവരല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായത്തിൽ നിന്ന് ചില വേദവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചത്. ഇനി ആ വാക്യ ഉദ്ധരണിയെ സംബന്ധിച്ചും ചില വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് യോവേൽ പ്രവാചകൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നും അപ്പോൾ അവരുടെ പുത്രന്മാരും പ്രവചിക്കുമെന്നും അവർ പൊതുഭാഷകൾ സംസാരിക്കുമെന്നും ഒക്കെ പറഞ്ഞതിൻ്റെ നിവർത്തിയാ ഇതെന്ന് സ്ഥാപിക്കാനാണ് ഒരു കൂറ്റം ആളുകൾ ശ്രമിക്കുന്നത്. പക്ഷേ യോവേൽ പ്രവാചകൻ പറഞ്ഞവൻ്റെ നിവർത്തിയാ ഇതെന്ന് പത്രോസോട് പറയുകയല്ല. യോവേൽ പ്രവാചകനോട് ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുകയാണ്. നാം ജീവിക്കുന്ന അല്ലെങ്കിൽ വന്നെത്തിയിരിക്കുന്ന ഈ കാലം തുടങ്ങി ഇത് അന്ത്യകാലമാണ് എന്നും ഈ അന്ത്യകാലത്തെക്കുറിച്ച് യോവേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഈ അന്ത്യകാലത്ത് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച നൽകുമെന്നും അന്ന് അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഒക്കെ പറയുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം അദ്ദേഹം അവിടെ ഉരുവിടുക മാത്രമാണ് ചെയ്തത്. ഇവിടെ പ്രവൃത്തി 10-ലെ ഭാഷ ഏതാണെന്ന് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം ശ്രദ്ധിക്കുക. അവർ അന്യഭാഷകൾ സംസാരിച്ചു, എന്നാൽ വിവിധ ഭാഷകൾ സംസാരിച്ചു എന്നാണ് സാരം. അതായത് അവിടെ കൂടി വന്ന ആളുകൾ, കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൂടി വന്ന ആളുകൾ അന്യഭാഷകൾ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഭാഷകൾ സംസാരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവിടെയും ഹെറ്റേറ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ദൈവാത്മാവ് ഉപയോഗിച്ചത്. അവർ സംസാരിച്ച ഭാഷകൾ എല്ലാം തന്നെ ലോകത്തിൽ എവിടെയെങ്കിലും നിലവിലുള്ളതും തെളിവുള്ളതും ആയ ഭാഷയായിരുന്നു. ജാതീയനായ കൊർന്നല്യോസിന് യഹൂദന്മാർക്കും ലഭിച്ച രക്ഷ ഒന്നു തന്നെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത് അടയാളമായി കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ഭവിച്ചത്. കാരണം പത്രോസ് അവിടെ വരുമ്പോൾ പത്രോസിലൂടെ യെരുശലേമിൽ യഹൂദന്മാരായ ചില ആളുകളും കടന്നു വന്നിട്ടുണ്ട്. അവരെ കടന്നു വരുമ്പോൾ കൊർന്നല്യോസ് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും അവനും കൂടെ പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ചെയ്തവർ രക്ഷിക്കപ്പെടുകയും ചെയ്ത സമയത്ത് ഇവർ ആദിയിൽ പെന്തക്കോസ്ത് നാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, അഥവാ ഇത് വീണ്ടും ജനിച്ചപ്പോൾ അവർ അന്യഭാഷയിൽ സംസാരിച്ച പോലെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധാത്മ പ്രാപണം ലഭിച്ച ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കാതിരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പത്രോസിനോട് കൂടെ വന്ന ആളുകൾ ചിന്തിക്കും, ഞങ്ങൾക്ക് ലഭിച്ച ആത്മരക്ഷ ഈ ജാതീയനായ കൊർന്നല്യോസിന് ലഭിച്ച ഭാഷയേക്കാൾ ശ്രേഷ്ഠവും ഞങ്ങൾക്ക് ലഭിച്ച രക്ഷ അവന് ലഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ട് ഞങ്ങളും അവരും തമ്മിലുള്ള രക്ഷയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രാപണ ബന്ധത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ധരിക്കും എന്നുള്ളത് കൊണ്ട് യഹൂദന്മാരായ ആളുകളെ വിശ്വസിപ്പിക്കുവാൻ
അടയാളം എന്ന നിലയിലാണ് 10-ാം അധ്യായത്തിലും അന്യഭാഷാ ഭാഷണം അരങ്ങേറിയത്. ഇനിയും പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ഭാഷ നോക്കാം. അവിടെ എഫേസോസിൽ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ വിശ്വസ്തരായ ചിലരെ കണ്ടു എന്നാണ് വായിക്കുന്നത്. അവരെ കണ്ടിട്ട് പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചാറെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവരുടെ ഉത്തരം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാൻ്റെ സ്നാനം ഏറ്റവരാണ്. അപ്പോൾ പൗലോസിന് മനസ്സിലായി, യോഹന്നാൻ്റെ സ്നാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമം ഇല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമം ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് അത് എഴുതി ചോദിച്ചത്. അവർ സുവിശേഷ അനുക്രമമാരോട് പറയുകയും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു. അവിടെയും ലോകത്തിൽ നിലനിന്നിരുന്നതും തെളിവുള്ളതുമായ ഭാഷയാണ് നൽകപ്പെട്ടത്, സംസാരിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 4-ാം വാക്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ അവർ സംസാരിച്ചു എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. സഭയ്ക്ക് വരമായി നൽകിയ ഭാഷയെ കാണിക്കുവാനും ഇതേ പദം തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചുള്ളത്. ഇനിയും അന്യഭാഷയ്ക്ക് ബൈബിളിൽ ഉപയോഗിച്ചുള്ള വിവിധങ്ങളായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, വിക്കി പറയുന്ന നാവ്. യെശയ്യാവ് 28:11, 12. 1 കൊരിന്ത്യർ 14:22 പൗലോസ് ഇത് ഉദ്ധരിക്കുന്നു. ഞാനിത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, മുന്നമേ തന്നെ സൂചിപ്പിച്ച കാര്യമാണ്. സെപ്റ്റുജൻ്റ് ബൈബിളിൽ ഫ്ലൗസിമോസ് എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്ന പദം. അതായത് പുച്ഛിച്ചു പറയുക. ബാബിലോന്യർ യഹൂദരെ പുച്ഛിച്ച് തരം താഴ്ത്തി പറഞ്ഞതിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഞാൻ മുന്നമേ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അന്യഭാഷാ ഭാഷണവും വിക്കി പറയുന്നതാണ് എന്ന് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ അസ്പഷ്ടമായി വിക്കി പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അന്യഭാഷയാണ് എന്ന് ശഠിക്കുന്നത് വചനപ്രകാരം തെറ്റാണ്. പെന്തിക്കോസ്തിൽ സംസാരിച്ചത് കേട്ടവർക്ക് മനസ്സിലായി. 1 കൊരിന്ത്യർ 14:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ഭാഷാപരം വളരെ തെളിവായ ഭാഷയാണ് എന്ന് അപ്പോസ്തലൻ സമർത്ഥിക്കുന്നുണ്ട്. അന്യ എന്നതിന് മുന്നമേ സൂചിപ്പിച്ച പോലെ ഹെറ്റേറ എന്ന വാക്കാണല്ലോ ഗ്രീക്കിൽ കാണുന്നത്. പ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യത്തിലും ആ പദപ്രയോഗം തന്നെ വച്ചിരിക്കുന്നു. പുതുഭാഷകൾ എന്ന പ്രയോഗം പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പ്രസ്താവിച്ച് കാണുന്നുള്ളൂ. അത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ്. പുതിയതെന്ന് കേൾക്കുമ്പോൾ ഭൂമിയിലെങ്ങും ഇല്ലാത്ത ഒന്ന് എന്ന് നമുക്ക് തോന്നിപ്പോകാം. പക്ഷേ അങ്ങനെയല്ല. ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന ഭാഷ എന്ന അർത്ഥമേ അതിന് ഉള്ളൂ. പുതുഭാഷകൾ സംസാരിക്കുമ്പോൾ ആ ആശയത്തിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ. ഓരോരുത്തരുടെ സ്വന്തം ഭാഷ, താന്താൻ്റെ ഭാഷ എന്നൊക്കെ ബൈബിളിൽ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഡയലക്ടോസ് എന്ന ഗ്രീക്ക് പദമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 6-8 വാക്യങ്ങൾ. ഒരു രാജ്യത്തിൻ്റെ പ്രാദേശിക ഭാഷയെ സൂചിപ്പിക്കുവാനാണ് ഡയലക്ടോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. വിവിധ ശബ്ദങ്ങൾ എന്ന് നാം രേഖപ്പെടുത്തി കാണുന്നു. ഫോണേസ് എന്ന പദമാണ് ഗ്രീക്കിൽ വച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 14:10 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശബ്ദം എന്നും ശബ്ദങ്ങൾ എന്നും പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഭാഷയും ഭാഷകളും. ഭാഷാപരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഏകവചന രൂപത്തിലും ബഹുവചന രൂപത്തിലും തിരുവെഴുത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അന്യഭാഷ എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന പല സ്ഥലങ്ങളും ഭാഷകൾ എന്ന് മാത്രമേ ഗ്രീക്കിൽ പ്രസ്താവിച്ച് കാണുന്നുള്ളൂ. പെന്തിക്കോസ്തിൽ സംസാരിച്ചതും ബഹുവചന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നതായി പ്രവൃത്തി 2:9-11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോർന്നേലിയോസിൻ്റെ ഭവനത്തിൽ സംസാരിച്ചതും ബഹുവചന രൂപത്തിലാണെന്ന് പ്രവൃത്തി 10:45 കാണുന്നു. എഫേസോസുകാർ സംസാരിച്ചതും ഭാഷകളിൽ എന്ന് ബഹുവചന രൂപത്തിലാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനിയും സഭയിൽ നിലനിന്നിരുന്ന ഭാഷകളെക്കുറിച്ച് നമുക്കൊരു എത്തിനോട്ടം ആവശ്യമാണ്. 1 കൊരിന്ത്യർ 12:10, 18, 28 ഈ വാക്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇവിടെ പലവിധ ഭാഷകൾ എന്ന് പൗലോസ് പറഞ്ഞുള്ള പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 12-ാം വാക്യത്തിൽ ഭാഷകളുടെ വ്യാഖ്യാനം എന്നും പറയുന്നു. 1 കൊരിന്ത്യർ 13:8, 14:5-6, 18, 21, 22, 23 ഈ വാക്യങ്ങളിലും ഭാഷകൾ എന്ന്
ബഹുവചന രൂപത്തിൽ തന്നെയാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് അറിയപ്പെടാത്ത ഭാഷ എന്നുള്ള വ്യാഖ്യാനമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:1 ഇങ്ങനെയും ഒരു ഭാഷയെക്കുറിച്ച് പൗലോസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇൻ ആൻ അൺനോൺ ടങ് എന്ന് പറയുന്നതുകൊണ്ട് അന്യഭാഷ മനുഷ്യർക്കാർക്കും ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്തതും അറിയപ്പെടാൻ കഴിയാത്തതുമായ ഏതോ ദിവ്യഭാഷയാണെന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മൂലഭാഷയിൽ അൺനോൺ എന്ന പദം വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഭാഷയിൽ സംസാരിക്കുന്നവൻ എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് ഗ്രീക്കിൽ താഴെ വരുമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതുപോലെ തന്നെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷ വായിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കായി ഞാൻ അതിവിടെ വായിക്കുന്നു. ഹോ ഗാർ ലാലോൻ ഗ്ലോസെ ഊക്ക് ആന്ത്രോപോസ് ലാലെ അല്ലാട്ടോ തെയോ ഊട്ടൈസ് ഗാർ അക്കൗ യന്യൂമാറ്റി ടേ ലാലെ മുസ്റ്റീരിയ എന്നാണ് ഗ്രീക്കിൽ. അതായത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആർക്കും അറിയാൻ വയ്യാത്തൊരു ഭാഷയിലാണ് സംസാരിക്കുന്നതെന്നും അതാരും ഇല്ലല്ലോ എന്നാണ് അടുത്ത വാദം. നോ വൺ ഹിയേഴ്സ് എന്നാണ് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. വ്യാഖ്യാനി ഇല്ലാത്ത സ്ഥിതിയിൽ അന്യഭാഷകാരൻ മിണ്ടാതെ മൗനമായി ദൈവത്തോട് സംസാരിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അന്യ എന്ന വാക്കില്ല, ഭാഷ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ അവിടെ തിരിച്ചറിയുന്നില്ല എന്ന വാക്ക് ഗ്രീക്കിലില്ല. നോ വൺ ഹിയേഴ്സ്, ആരും കേൾക്കുന്നില്ലോ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ബന്ധത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്യഭാഷയുടെ വ്യാഖ്യാനം വരും. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ മൗനമായിരുന്ന് തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്നാണല്ലോ പൗലോസ് കൊരിന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വ്യാഖ്യാനപരമെന്നും കൂടെ ഇവിടെ ഞാൻ പറയാം. ഗ്രീക്കിൽ ഹെർമേനിയ എന്ന പദമാണ് വ്യാഖ്യാനം എന്നതിന് വച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറയുന്ന വ്യാഖ്യാന ശാസ്ത്ര ശാഖയായ ഹെർമനീറ്റിക്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. അതിൻ്റെ ക്രിയാരൂപത്തിന് അർത്ഥം പറയുക, പരിഭാഷപ്പെടുത്തുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2 മെൽക്കീസദേക്കിൻ്റെ പേരിൻ്റെ അർത്ഥം എന്നതിന് ഹെർമേനിയ എന്ന വാക്കാണ് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിട്ടുള്ളത്. പൊതുവെ പറഞ്ഞാൽ വ്യാഖ്യാനം, വിശദീകരണം എന്ന അർത്ഥങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. ബാബേൽ രാജാവ് കണ്ട ചുവരെടുത്ത് ദാനിയേൽ കണ്ടപ്പോൾ കേവലം അതിൻ്റെ പരിഭാഷയല്ല, പരിഭാഷയോടുകൂടിയ വ്യാഖ്യാനമാണ് ദാനിയേൽ പറഞ്ഞതെന്ന് ദാനിയേൽ 5:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ പറയുന്നതിനെയാണ് വ്യാഖ്യാനപരം എന്ന് പറയുന്നത്. ആദിമസഭയിൽ ദൈവീക അള്ളപ്പാടുകൾ ഭാഗമായി നൽകി വന്ന നാളുകൾ അന്യഭാഷ എന്ന വരവും ഉണ്ടായിരുന്നല്ലോ. അന്ന് ലോകത്തിൽ എവിടെയെങ്കിലും നിലവിലിരുന്നതും എന്നാൽ സംസാരിക്കുന്നവന് അറിയുവാൻ പാടില്ലാത്തതും അപ്പോൾ തന്നെ സംസാരിക്കുവാൻ കൃപ ലഭിച്ചതുമായ ഭാഷയായിരുന്നു അന്യഭാഷ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷയിൽ സംസാരിക്കുവാൻ ഒരുവൻ കൃപ ലഭിച്ചാൽ മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കപ്പെടത്തക്ക വിധം വ്യാഖ്യാനിക്കുവാൻ വ്യാഖ്യാനപരവും ചിലർക്ക് ദൈവാത്മാവ് കൊടുത്തിരുന്നു. അന്യഭാഷ എല്ലാവർക്കും ഇല്ലാത്തതുപോലെ വ്യാഖ്യാനപരവും എല്ലാവർക്കും നൽകപ്പെട്ടിരുന്നില്ല എന്ന് തിരുവെഴുത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. ഒരുവൻ തൻ്റേതല്ലാത്ത ഭാഷ സംസാരിക്കുമ്പോൾ അത് പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ മറ്റൊരുവന് ദൈവം കൊടുത്ത പ്രത്യേകമായ കഴിവായിരുന്നു വ്യാഖ്യാനപരമെന്ന് 1 കൊരിന്ത്യർ 12:10, 26, 27, 28 എന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇന്ന് വെളിപ്പാട് പൂർത്തിയാകുകയും താൽക്കാലികപരമായ അന്യഭാഷ നിന്നുപോകുകയും സഭയ്ക്ക് ഒരു വരവെന്ന നിലയിൽ അത് ഇന്ന് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് വ്യാഖ്യാനപരവും അന്യഭാഷ നിന്നുപോയതുകൂടെ എന്നേക്കുമായി സഭാതലത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് ഏത് വേദപണ്ഡിതാവും ഗ്രഹിക്കേണ്ടതാണ്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം 1 കൊരിന്ത്യർ 14 അന്യഭാഷയുടെ ഉപയോഗക്രമത്തിന് വെളിയിൽ ക്രമരഹിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അന്യഭാഷ ബൈബിൾ പ്രസ്താവിക്കുന്ന പഠിപ്പിക്കുന്ന അന്യഭാഷയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് അത് വ്യാഖ്യാനിക്കുവാൻ ഒരുവൻ ശ്രമിച്ചാലും അവന് നടക്കുകയില്ല. കാരണം അർത്ഥമുള്ള വാക്കുകൾ പറഞ്ഞാൽ മാത്രമേ ഒരുവന് അത് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്യഭാഷാ ഭാഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്റർ ഷിബു ബൈബിളും അന്യഭാഷയും എന്ന് പറയുന്ന
വിഷയം, അതായത് അതിൻ്റെ മറുപടിയായി അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ അന്യഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ 4 കാര്യങ്ങൾ ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അന്യഭാഷ 4 നിലയിൽ ഉള്ളതാണ്. 1, വ്യാജ അന്യഭാഷ പറയാനായി കഴിയും. അതായത് ഭൂതങ്ങൾ ബാധിച്ചിട്ട് ഭൂതങ്ങളുടെ ബാധാ സഹായത്തോടുകൂടെ അന്യഭാഷ പറയാൻ ഒരാൾക്ക് സാധിക്കും പോലും. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഒരുവനുണ്ടാകുന്ന മാനസികമായ വിഭ്രാന്തി നിമിത്തം ഒരാൾക്ക് അന്യഭാഷ പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് അദ്ദേഹം പറയുന്നത് കൊച്ചു കുട്ടികൾ പോലെയുള്ള ആളുകൾ മറ്റുള്ള ആളുകൾ അന്യഭാഷ പറയുന്നത് കേട്ടിട്ട് അതിനെ അനുകരിച്ച് അന്യഭാഷ പറയും. നാലാമതായി അത് പറയുന്നു യഥാർത്ഥമായ നിലയിൽ സത്യമായ നിലയിൽ അന്യഭാഷ പറയാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്യഭാഷയ്ക്ക് തന്നെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ 4 തരംതിരിവുകളുണ്ടെന്നാണ്. 1, ഭൂതബാധിതമായി സംസാരിക്കുന്നത്. 2, മാനസിക വിഭ്രാന്തി കൊണ്ട് പറയുന്നത്. 3, അനുകരണമായി ഉപയോഗിക്കുന്നത്. 4, യഥാർത്ഥമായി പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അവശേഷിക്കുന്നു. ഇവയിൽ ആര്, ഏത്, എവിടെ, എങ്ങനെ പറയുന്നതാണ് വചനപ്രകാരം ശരിയെന്ന് പറയുവാൻ ഇന്ന് വരെ ആരും മുൻപോട്ട് വന്നിട്ടില്ല, തെളിയിച്ച് തന്നിട്ടില്ല. ചാഴി സ്പെഷ്യലിസ്റ്റ് മുതൽ കോഴി സ്പെഷ്യലിസ്റ്റ് വരെയുള്ള റോമൻ കത്തോലിക്ക സമൂഹം എന്ന് പറഞ്ഞാൽ പുണ്യവാളന്മാരോടുള്ള പ്രാർത്ഥനയും മധ്യസ്ഥയുമുള്ള യാക്കോബിയ, റോമൻ കത്തോലിക്ക, അവരുൾപ്പെട്ട കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ, മാർത്തോമയ, CSI, CNI സഭാഭാഗങ്ങളിൽപ്പെട്ട വിവിധ സഭക്കാരും പെന്തക്കോസ്ത് സഭാഭാഗങ്ങളും നവയുഗ സഭയിലെ നവീന വിശ്വാസികളും അന്യഭാഷ എന്ന് പറയുന്നത് കൊണ്ട് ഇവല്ലാര് പറയുന്നത് ഏത് ശരിയെന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ശരിയായ വചനം പറയുന്നത് അന്യഭാഷ ഇന്ന് അല്ലെങ്കിൽ ഒരു ഭാഷാപരം നിലയിൽ ഇന്ന് ദൈവസഭയ്ക്കില്ല, അതിൻ്റെ ആവശ്യകതയില്ല എന്നാണ്. അത് ഗ്രഹിപ്പാൻ നമുക്ക് മനസ്സായാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, സമ്മതിക്കാൻ മനസ്സുണ്ടായാൽ ഈ വിഷയം വ്യക്തമാക്കപ്പെടും എന്നതിന് 2 പക്ഷമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3-ാം ഭാഗവും ഞാനിവിടെ നിർത്തട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.